ഇനി നമുക്ക് IMG ടാഗ്, അതായത് നമുക്കൊരു വെബ്സൈറ്റിൽ ഇമേജ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് IMG എന്ന ടാഗ് യൂസ് ചെയ്യുക, SRC എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു ഇമേജ് എൻ്റെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, test_image.jpg. ആ ഇമേജിൻ്റെ പേര് ഞാനിവിടെ വിളിക്കുകയാണ്. അതിനുശേഷം മോൾട്ട് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് അത് എന്തിനുള്ള ഇമേജ് ആണെന്ന് നമുക്ക് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഇൻ്റർനെറ്റ് സ്ലോ ആകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആ ഇമേജ് ലോഡായില്ലെങ്കിൽ അത് എന്തിനുള്ള ഇമേജ് ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ സ്ലാഷ്, അതായത് ഈ ഫോർവേഡ് സ്ലാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സേവ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഈ ഇമേജ് ഇപ്പോൾ വന്നിരിക്കുന്നത് എത്രയാണോ കണ്ടന്റ് അതിനനുസരിച്ചാണ്. അതായത് നമ്മൾ ഈ ഇമേജിന് പ്രത്യേകിച്ച് വിഡ്ത്തോ ഹൈറ്റോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനായിട്ട് നമുക്ക് വിഡ്ത്ത് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹൈറ്റ്. വിഡ്ത്ത് 100, ഹൈറ്റ് 200 എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ശരിയായ രീതിയിലല്ല വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്റ്റൈൽ എന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സ്റ്റൈൽ. ഇതിൽ നമുക്ക് വിഡ്ത്ത് ഹൈറ്റ് പറഞ്ഞു കൊടുക്കാം. അത് കൂടാതെ ആ ഇമേജ് എങ്ങനെ വരണം എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വിഡ്ത്ത് കോളൻ ഞാൻ 300 px എന്ന് കൊടുക്കുകയാണ്. സെമി കോളൻ ഹൈറ്റ് 200 px എന്ന് കൊടുക്കുകയാണ്. സെമി കോളൻ കഴിഞ്ഞ് വീണ്ടും ഒബ്ജക്റ്റ് ഫിറ്റ്, അവിടെ കവർ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ ഇമേജ് വരുന്നുണ്ട്.